മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ്. നമ്മുടെ അനുമോൾ ആദ്യം പറഞ്ഞ പേരെന്ന് പറയുന്നത് അനീഷ് ചേട്ടൻ്റെയാണ്. അനീഷ് ചേട്ടനോട് ആദ്യം അനുമോൾ പറഞ്ഞത്, എനിക്ക് ഫസ്റ്റായിട്ട് അനീഷ് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ക്യാമറ കണ്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ പണിയും ചെയ്യുന്നതെന്ന് അനീഷ് ചേട്ടൻ പറഞ്ഞു. 11 വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡിൽ. ക്യാമറ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതൊക്കെ ഡയറക്ടർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സീരിയലിൽ പോലും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ക്യാമറ നോക്കിയിട്ട് അങ്ങനെ ക്യാമറേൻ്റെ പുറകെ പോയിട്ടല്ല ചെയ്യുന്നത്. എന്നോട് ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഒന്നാമത് എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പോയി സംസാരിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് പോയി നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഈ ബിഗ് ബോസ് വീട്ടിൽ ക്യാമറയുടെ മുമ്പിൽ പോയി ഒരു കാര്യം ചോദിച്ചില്ല. എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം വരെ ചോദിക്കാൻ എനിക്ക് ഷൈ ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് വേഗം തന്നെ ചോദിച്ച് ഞാൻ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ നോക്കി ചോറ് ഊറ്റാനോ അല്ലെങ്കിൽ കറി വെക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ക്യാമറ എന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ കഴിവാണ്. ഇവിടെ പച്ചക്കറി അരിയാനും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും ഫുഡ് കഴിപ്പിക്കാനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. എനിക്ക് ഫുൾ ടൈമും കിച്ചണിൽ കിടക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോഴാണ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ അമ്മയൊക്കെ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എൻ്റെ വീട്ടിലൊരു പണി പോലും ചെയ്യാറില്ല. അടുക്കളയിൽ പോയി കയറുന്നത് വെറും പാത്രം കഴുകാൻ വേണ്ടി മാത്രമായിരുന്നു, അല്ലെങ്കിൽ വൃത്തിയാക്കാൻ വേണ്ടി. അല്ലാതെ ഞാൻ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ ഒരു പരിപാടി ഞാൻ ചെയ്യില്ല. ഇവിടെ വന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങളത് നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ നല്ല സമാധാനത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങളോട് ആരോടും പറയാത്തൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ഈ പാവപ്പെട്ടവർക്ക് പൊതിച്ചോറൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരാളാണ്. അവർ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഒളിച്ച് മാറി നിന്ന് കണ്ട് അത് ആസ്വദിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ട് അനുമോൾ നോമിനേറ്റ് ചെയ്തത് അനീഷ് തന്നെയാണ്. രണ്ടാമത് നമ്മൾ ഷാനവാസ് ഖാനാണ്. ഭക്ഷണത്തോട് ആർത്തിയാണ്. ഷാനവാസ് ഖാനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടിപ്പറിച്ച് പോകുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ആപ്പിൾ എടുത്ത് കടിച്ചു കഴിഞ്ഞപ്പോൾ അത് തട്ടിപ്പറിച്ചു. പിന്നെ ഇവിടെ മല്ലിയില, നെവിനൊരു മല്ലിയില എടുത്തുകൊണ്ട് പോയതിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ മല്ലിയില അവൻ്റെ പുറകെ പോയി തട്ടിപ്പറിച്ചത് അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ തന്നെ ഷാനവാസ് ഖാൻ അന്ന് ഞങ്ങൾ സാധനങ്ങൾ വന്നപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പേരയ്ക്ക എൻ്റെ കയ്യിൽ ആരോ മുറിച്ചൊരു പേരയ്ക്ക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആരോ അല്ല, അത് അനീഷനാണ് കട്ട് ചെയ്തുകൊണ്ട് വന്നത്. ആ സമയത്ത് ആ പേരൊക്കെ ആരും ഇനി കഴിക്കില്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ ഇപ്പുറത്തെ കയ്യിലിട്ട് പിടിച്ചപ്പോഴേക്കും അതും തട്ടിപ്പറിച്ചുകൊണ്ടാണ് അയാൾ പോയത്. അപ്പോൾ എല്ലാവരോടും അനുമോളോട് പറയുന്നുണ്ട്, അനീഷേട്ടനും അനുമോളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അനുമോളെ നീ ഇങ്ങോട്ട് എത്ര സമയമായി, അരമണിക്കൂർ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ നോമിനേഷൻ ചെയ്യുന്നതെന്ന്. അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ സ്പേസിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. ഫുഡിനെ ബഹുമാനിക്കാത്ത ഈ ബിഗ് ബോസ് വീട്ടിൽ ആരും തന്നെ കക്കാത്ത ഒരു മനുഷ്യനില്ല. ഞാൻ അലുവക്കള്ളി അല്ല. എനിക്ക് നെവിൻ്റെ അമ്മയാണ് ആ അലുവ തന്നത്. ഞാൻ അലുവ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഞാനത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. എനിക്ക് നെവിൻ്റെ അമ്മ കഴിക്കില്ല എന്ന് പറഞ്ഞത് അന്ന് ഞാൻ എല്ലാവർക്കും അത് കട്ട് ചെയ്ത് മുറിച്ചാണ് കൊടുത്തത്. അല്ലാതെ ഞാനിവിടെ അലുവക്കള്ളിയല്ല. ഈ ബിഗ് ബോസ് വീട്ടിൽ ആരും കക്കാത്തില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയേണ്ടത് അത് സത്യമാണ്, അനുമോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു എന്ന്. പിന്നെ നമ്മുടെ അനീഷേട്ടൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ഷാനവാസിനെയുമാണ്. നെവിൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ഷാനവാസിനെയുമാണ്. ആര് നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ജിസേലിനെയുമാണ്. ബിന്നി നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ഷാനവാസിനെയുമാണ്. ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും നെവിനെയുമാണ്. ജിസേൽ നോമിനേറ്റ് ചെയ്തത് ആര്യനെയും ഷാനവാസിനെയും. അക്ബർ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ഷാനവാസിനെയും. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും അനീഷിനെയും. ഒനിൽ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ഷാനവാസിനെയും. നൂറ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ജിസേലിനെയും. ആദിൽ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും അക്ബറിനെയും. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അനുമോളെയും അനീഷിനെയും. 9 വോട്ടുകളോടെ ഷാനവാസും 7 വോട്ടുകളോടെ അനീഷുമാണ് ഇത്തവണ ബിഗ് ബോസിൻ്റെ ജയിലിലേക്ക് പോകുന്നത്.